മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുന്നു. ബി.ജെ.പിയുടെ ക്രൈസ്തവ നയതന്ത്രത്തിന് മറുപടിയുമായി ഓർത്തഡോക്സ് സഭ രംഗത്ത് വരികയാണ്. ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ നിർത്താതെ സഹകരിക്കാനാവില്ലെന്നാണ് ഓർത്തഡോക്സ് സഭ അധ്യക്ഷന്റെ നിലപാട്. സഭയുടെ നിലപാട് രാജീവ് ചന്ദ്രശേഖരൻ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനെ അറിയിച്ചിട്ടുണ്ട്. ബി.ജെ.പി അധ്യക്ഷനുമായുള്ള ചർച്ചയുടെ വിവരങ്ങളാണ് അദ്ദേഹം പറയുന്നത്. സംഘപരിവാർ സംഘടനകൾ ക്രൈസ്തവ സ്ഥാപനങ്ങളെ ആക്രമിക്കുന്നത് തടയാൻ ഇടപെടണം. ഇക്കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ സഭയ്ക്ക് ഉറപ്പ് നൽകിയാണ് മടങ്ങിയത്. മോദിയോടും ബി.ജെ.പിയോടും ഓർത്തഡോക്സ് സഭയ്ക്ക് എതിർപ്പില്ല. മോദിയുടെ വിരുന്നിനെ വിമർശിക്കാൻ LDF-നും UDF-നും അവകാശമില്ല. വടക്കേ ഇന്ത്യയിൽ ഹിന്ദുത്വ സംഘടനകളുടെ ആക്രമണം തടയാത്തതിൽ മാത്രമേ ഉള്ളൂ കേന്ദ്ര സർക്കാരിനുള്ള എതിർപ്പ്. LDF സർക്കാരിനോടുള്ള എതിർപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചതെന്ന രാഷ്ട്രീയം കൂടി അദ്ദേഹം പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭയിൽ ആവർത്തിക്കണമെന്ന് നിർബന്ധമില്ലെന്നും അദ്ദേഹം നിലപാടെടുക്കുന്നു. JP കോശി റിപ്പോർട്ടിൽ എന്താണെന്നറിയാൻ ക്രൈസ്തവർക്ക് അവകാശമുണ്ട്. ഓർത്തഡോക്സ് സഭ തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാട് സ്വീകരിക്കുമെന്നും ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ന്യൂസ് ചെയ്തു. എപ്പോഴും BJPയും കേന്ദ്ര സർക്കാരും കേരളത്തിലെ ക്രൈസ്തവരെ ചേർത്ത് പിടിക്കുവാനുള്ള ഒരു ശ്രമം നടത്താറുണ്ട് അല്ലെ? അതിപ്പോൾ കേക്ക് മുറിക്കലിന്റെ കാര്യത്തിലാണെങ്കിലും ക്രിസ്മസ് ഈസ്റ്റർ ആഘോഷങ്ങളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കാറുണ്ട്. ഇത് വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടോ ഇപ്പോഴും ഓർത്തഡോക്സ് സഭ? ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം BJP ഗവൺമെൻറ്റിനോട് പ്രത്യേകമായ വൈരാഗ്യമൊന്നുമില്ല, എതിർപ്പില്ല. നമ്മൾ പറയുന്നത് BJP ഗവൺമെൻറ്റിലെ മോഡിയോ മറ്റുള്ള മോദിയോ അല്ലെങ്കിൽ മറ്റ് ചന്ദ്രശേഖരോ ഒക്കെ ഇവിടെയുള്ളവരോ ഒക്കെ ഏതെല്ലാം തരത്തിൽ ക്രൈസ്തവരുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു, നമ്മൾക്കത് സ്വാഗതമാണ്. ഒരു വിരോധമില്ല, നമ്മൾ അതേ സമയത്ത് ആ മോദി ഗവൺമെൻറ്റിൻ്റെ മറവിൽ ഹിന്ദു തീവ്രവാദികളായിരിക്കുന്നവർ കൊടുക്കുന്ന ആക്രമണങ്ങളെയാണ് നമ്മൾ എതിർക്കുന്നത്. അത് ശരിയല്ല. അത് അവർ വ്യക്തികളെയല്ല നമ്മൾ പറയുന്നത്, അത് ഇന്ത്യയുടെ ഭരണഘടന നൽകുന്നതായ മതേതരത്വത്തിന് എതിരാണ്. അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ഇന്ത്യൻ ഭരണഘടന നിഷേധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും കുറച്ച് ആളുകൾ എവിടെയെങ്കിലും മത തീവ്രവാദികളായി വരുന്നെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ BJP ഗവൺമെന്റ് ഉത്തരവാദിത്തമുണ്ട്, അത് ചെയ്തണം. പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ താങ്കൾ പറയുന്നത് സംഘപരിവാറിനെ ഉദ്ദേശിച്ചാണല്ലോ, അവരെ നിയന്ത്രിക്കുവാൻ ഇടപെടുന്നില്ല എന്നാണോ? അതായത് തുറന്നു ചോദിക്കാം, പള്ളികൾ ആക്രമിക്കുന്ന സമയത്ത്, വൈദികർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ആ സമയത്ത് BJPയും കേന്ദ്ര സർക്കാരും അതിന് മൗനാനുവാദം നൽകുന്നു എന്നൊരു നിലപാടുണ്ടോ താങ്കൾക്ക്? മൗനാനുവാദം നൽകുന്നു എന്നുള്ള നിലപാട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ധ്വനി വരുന്നതിൻ്റെ കാരണം ഇവരെ പരസ്യമായിട്ട് ആ ആക്രമണത്തെ അപലപിക്കുവാനോ അതിനെതിരെ കർശനമായ നടപടി എടുക്കാനോ ഇവരെ തയ്യാറാകുന്നില്ല. അതാണ് ഞങ്ങൾക്ക്. കാരണം സംഘപരിവാറിനോടോ RSSനോടോ BJPയോടോ ബജറംഗ് ദളിനോടോ ഒന്നും ഞങ്ങൾക്ക് വിരോധമില്ല. അവരൊക്കെ ഓരോ സംഘടനകളാണ്, അത് പോഷക സംഘടനകളാണ്, എന്താണെങ്കിലും. പക്ഷേ അവരാരും ഭരണഘടനയെ തൊട്ട് കളിക്കാൻ പാടില്ല. ഇപ്പോൾ ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ തന്നെ BJPയോടും കേന്ദ്ര സർക്കാരിനോടും ഒന്നും ഞങ്ങൾക്കൊരു വെറുപ്പുമില്ല എന്ന് പറയുമ്പോൾ അതിനെ മറ്റ് രണ്ട് മുന്നണികളും ഒരു മറുപടി നൽകാൻ സാധ്യതയുള്ളത്, അങ്ങനെ മറുപടി നൽകുകയുള്ളൂ. അവർ പറയുന്നത് ഈ തരുന്ന കേക്കിൻ്റെ പിന്നിൽ വിഷമുണ്ട്, ഈ തരുന്ന ഈസ്റ്റർ വിരുന്നിലും അതുപോലെ തന്നെ ക്രിസ്മസ് വിരുന്നിലുമൊക്കെ ഈ തരത്തിൽ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മറ്റൊന്നാണ്, അത് സഭാ നേതൃത്വങ്ങൾ മനസ്സിലാക്കണം എന്നായിരിക്കും. അതിന് എന്ത് മറുപടി താങ്കൾ നൽകും? പക്ഷേ താങ്കൾ പറയുകയും ചെയ്തു BJPയോടും കേന്ദ്ര സർക്കാരിനോടും പ്രധാനമന്ത്രിയോടും ഒന്നും ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. അല്ല, അത് തന്നെയാണ് ഞാൻ പറയുമ്പോൾ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ മാത്രമല്ല, LDF ഗവൺമെൻറ് ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ എല്ലാം വിളിച്ച് ക്രിസ്തുമസ് ആഘോഷിച്ചു. അത് ഞങ്ങളെല്ലാം പോയി ഭാഗവാക്കായി. ആ മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രിമാരോടൊപ്പം ഞങ്ങളെല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചതിൽ സന്തോഷമായി സ്വീകരിച്ചു. അത് ആര് ആഘോഷിച്ചാലും ഞങ്ങൾക്കത് സന്തോഷമാണ്. BJP ആണെങ്കിലും കൊള്ളാം, LDF ആണെങ്കിലും കൊള്ളാം. അപ്പോൾ അവർക്കങ്ങനെ പറയാൻ ഒക്കുന്നത് ഞങ്ങൾ LDF-നെതിരാണെന്ന്. LDF-ന് അനുകൂലമാണ്. പക്ഷേ LDF ആണെങ്കിലും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും നീതി നിഷേധമോ അല്ലെങ്കിൽ സത്യനിഷേധമോ ഭരണഘടനയുടെ അതിർത്തി ലംഘിക്കുകയോ ചെയ്താൽ അവിടെ പ്രതികരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ഞങ്ങൾ ചെയ്തിരിക്കും. അതായത് മൂന്ന് മുന്നണികളോട്, ഇപ്പോൾ LDF-നോടാണെങ്കിലും UDF-നോടാണെങ്കിലും BJP-യോടാണെങ്കിലും സമദൂരമാണ്. അവിടെ ഇപ്പോൾ BJP-യുടെ കൂടെ കൂടരുത്, BJP-യെ അകറ്റി നിർത്തേണ്ടതാണ് എന്ന് പറയുന്നില്ല. കാരണം അവിടെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുവാൻ BJP-ക്ക് കഴിയുന്നില്ല എന്നാണല്ലോ BJP-യെ അകറ്റി നിർത്തണമെന്ന് പറയുന്നത്. കാരണം അത് സഭ വിശ്വസിക്കുന്നില്ല. മതനിരപേക്ഷത അവർ കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ മറുവശത്ത് അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവരെ നിയന്ത്രിക്കുന്നതിൽ അവർ പരാജയപ്പെടുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ പരാജയം ഉണ്ടാകാൻ പാടില്ല.
അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. കേരളത്തിലെ BJP നേതൃത്വത്തോടെ എങ്ങനെയാണ് ഓർത്തഡോക്സ് സഭയുടെ ഒരു നിലപാടും അവരുമായിട്ടുള്ള ബന്ധവും എങ്ങനെയാണ്? പണ്ട് മുതലേ BJPയുടെ നേതാക്കന്മാർ എല്ലാവരും നമ്മളുമായിട്ട് വളരെ അടുപ്പമുള്ളവരാണ്. പണ്ട് പത്മനാഭനോ അല്ലെങ്കിൽ മുരളീധരനോ അതുപോലെ PS പിള്ളയോ അതുപോലെ തന്നെ ശ്രീധരൻ പിള്ള, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ കാണാൻ വന്നിരുന്നു. വളരെ സന്തോഷമായിട്ട് ഇത് അവർക്ക് നമ്മളാരും അവർക്ക് വിരോധമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ക്രിസ്ത്യൻസിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഉള്ള ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകാത്തതിന് കാരണം അങ്ങുണ്ടാകുന്നതായ വടക്കേ ഇന്ത്യയിലുണ്ടാകുന്ന ചില കാര്യങ്ങൾ ഇവിടെയുള്ളവരെ വളരെയധികം മുറിപ്പെടുത്തുന്നുണ്ട്, അതില്ലാതിരിക്കണമെന്ന് പറഞ്ഞു. ചന്ദ്രശേഖർ പറഞ്ഞു, അതെൻ്റെ കാര്യമാണല്ലോ, അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കും, നിശ്ചയമായിട്ടും അതിന് വേണ്ടി പ്രവർത്തിക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞു. ആ വാക്ക് സംസ്ഥാനത്തെ BJP നേതൃത്വം പാലിക്കുന്നുണ്ടല്ലോ അല്ലേ? പ്രവർത്തിക്കാൻ തയ്യാറാണ്. എന്നാൽ അതേ സമയത്ത് അവർക്കൊരു പരിമിതിയുണ്ട്. അവർ ഈ പ്രധാനമന്ത്രിയെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ അങ്ങനെയുള്ളതായിരിക്കുന്നത് നിർത്താൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സമദൂര നിലപാടാണ് ഓർത്തഡോക്സ് സഭ സ്വീകരിച്ചത്. ഓർത്തഡോക്സ് സഭ, മലങ്കര ഓർത്തഡോക്സ് സഭ എന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ സമുദായ വിഭാഗമാണ്. അവരെടുക്കുന്ന നിലപാടുകളൊക്കെ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും നിർണായകമായിട്ടുള്ളതാണ്. ചില ഘട്ടങ്ങളിൽ, ചില മണ്ഡലങ്ങളിൽ ചിലരെ അനുകൂലിച്ച് നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതേസമയം മറ്റു ചിലയിടങ്ങളിൽ പ്രതികൂല നിലപാട്. എന്നാലും കഴിഞ്ഞ തവണയും സമദൂര നിലപാടാണ് സ്വീകരിച്ചത്. ഇത്തവണയും അത് തന്നെയായിരിക്കും തങ്ങളുടെ നിലപാട് എന്ന സൂചനയാണ് പറയുന്നത്. BJPയോടോ ഇടതുപക്ഷത്തോടോ കോൺഗ്രസിനോടോ ഒന്നും സ്ഥായിയായ എതിർപ്പുകളൊന്നും തങ്ങൾക്കില്ല. പക്ഷേ അതിന് ചില കാരണങ്ങളുണ്ട്. ഇതാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന കാര്യം.